എറണാകുളം കാക്കനാട് പൂക്കാട്ടുപടി ടൗണിൽ നിന്നിട്ട് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന 10 വില്ലകളടങ്ങുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത്. ഈ വില്ലകളെല്ലാം തന്നെ നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ സ്വന്തമാക്കാൻ പറ്റുന്ന വീടുകളാണ്. ഈ വീട്ടിൽ നിന്നിട്ട് നമുക്ക് ബസ് സ്റ്റോപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെറും 500 മീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും എടപ്പള്ളി ലുലു മാളിലേക്കും വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 12 കിലോമീറ്ററുമാണ്. കൂടാതെ ആലുവ ടൗണിലേക്കും മറ്റും വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 7 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ മാത്രമാണുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 3.5 സെൻറ്റ് ലാൻഡിലായിട്ട് ഒറിജിനൽ ലാൻഡിലായിട്ട് 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി പടിഞ്ഞാറ് ദർശനത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വില്ലകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഈ വില്ലകളുടെ ഇൻഡിവിജ്വൽ റോഡ് എന്ന് പറയുന്നത് 4 മീറ്റർ വീതിയിൽ കട്ട വിരിച്ച റോഡുകളാണ് ബിൽഡർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ വീടിന് 4 വീടുകൾക്കൂടി കൂടിയിട്ട് ഒരു കോമൺ കിണറാണ് ബിൽഡർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ മതിലിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ട് 4-വേ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ട് ഗേറ്റ് ലൈറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു കോമ്പൗണ്ട് വാളാണ് നമുക്ക് കിട്ടുന്നത്. അവിടെ നിന്ന് നമ്മൾ വരുന്നത് CNC കട്ടിങ്ങും GI ഫ്രെയിം വർക്കൊക്കെ കൊടുത്തിട്ട് ഒരു ഗേറ്റിലേക്കാണ് വരുന്നത്. ഒരു 12 അടി സ്ലൈഡിങ് ഗേറ്റും ഒരു 4 അടി ഫോൾഡിങ് ഗേറ്റുമായിട്ടാണ് ബിൽഡർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കൊളോണിയൽ ബോക്സി ടൈപ്പ് എലവേഷൻ തന്നെയാണ് വീടിന് കിട്ടുന്നത്. നല്ല രീതിയിൽ ഫ്രെയിം വർക്കുകൾ GI ഫ്രെയിം വർക്കുകളും ടെക്സ്ചർ വർക്കുകളും സെറാമിക്കിൻ്റെ ടൈൽ വർക്കെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് വീടിൻ്റെ എലവേഷൻ ബിൽഡർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വില്ലകളുടെ റോഡ് വന്ന് എൻഡ് ചെയ്യുന്ന ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കോമൺ കിണർ കൊടുത്തിരിക്കുന്നത്. ഈ സെഗ്മെൻറ്റിലായിട്ട് 4ഓളം വീടുകളാണ് പൂർത്തിയായിട്ടിരിക്കുന്നത്. കിഴക്ക് പടിഞ്ഞാറ് ദിശയിലായിട്ട് റോഡിൻ്റെ ഇരുവശവും ഉള്ള വീടുകളാണ് നമുക്ക് ഈ വില്ലയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കവേർഡ് പാർക്കിംഗ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസും ആ ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ടൈലൊക്കെ വിരിച്ച് ഭംഗിയിൽ തന്നെയാണ് കോമ്പൗണ്ടെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടും ഒരു പ്ലാന്റ് ബോക്സ് വയ്ക്കാനുള്ള സൗകര്യവും നമ്മൾക്ക് ബിൽഡർ ഒരുക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള അത്യാവശ്യം ഒരു ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന ഒരു സിറ്റ് ഔട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു ബ്രൗൺ കളറിലുള്ള G7 സ്ലാബാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഫാൻസി ലൈറ്റുകൾ വരുന്നുണ്ട്. 2 വാളി വിൻഡോ ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഒരു BLDC ചെറിയ ഫാനും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 1.10 വീതിയിൽ വരുന്ന സിംഗിൾ പാളി ഡോറാണ് ഫ്രണ്ട് ഡോറിനായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ജംഗ്ഷൻ ലൈറ്റുകൾ കൊടുത്ത് സിലിണ്ടറിക്കൽ ലൈറ്റുകളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. BLDC ഫാൻ കൊടുത്തിട്ടുണ്ട്. 2 വാളി വിൻഡോ ഈ സൈഡിലായിട്ട് വരുന്നുണ്ട്. നല്ല രീതിയിലൊരു ലൂവർ പാനലിംഗ് എല്ലാം കൊടുത്തിട്ട് TV യൂണിറ്റുകൾ വരുന്നുണ്ട്. വീടിൻ്റെ ഭിത്തി മുഴുവനായിട്ട് ലൂവർ പാനലിംഗ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്വിച്ചസ് എല്ലാം കൊടുത്തിരിക്കുന്നത് V-ഗാർഡിൻ്റെ സ്വിച്ചസാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലായിട്ട് 2 വാളി വിൻഡോ വരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഇവിടെയും അത്യാവശ്യം ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടൊരു 3 വാളി വിൻഡോ ഇവിടെയും വരുന്നുണ്ട്. ജംഗ്ഷൻ ലൈറ്റുകൾ കൊടുത്ത് സിലിണ്ടറിക്കൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. BLDC ഫാൻ ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സൗകര്യത്തിൽ തന്നെയാണ് ഡൈനിങ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് റൂമിൻ്റെ ഒരു മൂലയിലേക്ക് മാറിയിട്ട് സ്റ്റെയറിൻ്റെ താഴ്വശമായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഒരു വാഷ് കൗണ്ടറാണ് വരുന്നത്. സെറയുടെ തന്നെ ഒരു ക്വാളിറ്റിയുള്ള ടാപ്പും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ റൗണ്ട് മിററും ചെറിയൊരു നിഷിൻ്റെ ഷെൽഫുകളും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ എലഗൻ്റായിട്ട് ഈ ഏരിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഡൈനിങ് റൂമിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ്. ഒരു ക്ലോസ്ഡ് കിച്ചനാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. ഈ നമുക്ക് കിഴക്ക് വശത്തായിട്ട് 3 വാളി വിൻഡോ വരുന്നുണ്ട്. ഇവിടെ ഒരു ചിമ്മിണി വയ്ക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നല്ല രീതിയിൽ സ്റ്റോറേജൊക്കെ കൊടുത്തിട്ട് കബോർഡ് വർക്കുകൾ വരുന്നുണ്ട്. ഒരു വൈറ്റ് ഗ്രീൻ പാറ്റേണിലാണ് കബോർഡ് വർക്ക് വരുന്നത്. ഒരു L ഷേപ്പിൽ വരുന്ന നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള സിങ്ക് കൊടുത്തിട്ടുണ്ട്. 2 സെറയുടെ ടാപ്പുകളും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്.
താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഏകദേശം 144 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂം കൺസെപ്റ്റിലുള്ള ബെഡ്റൂമാണ് ഇവിടെ കിട്ടുന്നത്. സീലിങ്ങിലായിട്ട് ജംഗ്ഷൻ ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. BLDC ഫാൻ വരുന്നുണ്ട്. ഒരു 3 പാളി വിൻഡോ ഈ സൈഡിലായിട്ടും വരുന്നുണ്ട്. കിഴക്ക് വശത്തായിട്ട് 2 സിംഗിൾ പാളി വിൻഡോ വരുന്നുണ്ട്, ഹെഡ് റെസ്റ്റ് വരുന്ന ഭാഗത്തായിട്ട്. കൂടാതെ നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു 3 പാളി കബോർഡ് വർക്ക് വരുന്നുണ്ട്. നല്ലൊരു കളർ പാറ്റേണിലാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ട് ഒരു ഡ്രസ്സിങ് ഷെൽഫും ഒരു ഡ്രസ്സിങ് മിറർ കൊടുക്കാനുള്ള സൗകര്യവും ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫൈബർ ഡോർ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഷങ്കൺ ബാത്റൂമിലേക്കാണ് നമ്മൾ വരുന്നത്. നല്ല ടൈൽ പാറ്റേണുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സെറയുടെ തന്നെ വാൾ മൗണ്ട് ഫിറ്റിങ്സുകൾ വരുന്നുണ്ട്. സെറയുടെ തന്നെ ഡൈവേർട്ടേഴ്സ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ടാപ്പും സെറയുടെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ക്ലോക്ക് വൈസ് സ്റ്റെയർ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരു ബീം സ്റ്റെയർ, പക്ക ബീം സ്റ്റെയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വാക്ക് വേലായിട്ട് വരുന്നത് ഒരു വുഡൻ കളറിൽ വരുന്ന സെറാമിക് ടൈലാണ് വരുന്നത്. അതിന് ഹാൻഡ് റെയിലിനായിട്ട് GI ഫ്രെയിമിൽ വുഡൻ ടോപ്പെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോൾ അതിൻ്റെ ലാൻഡിങ്ങിലായിട്ട് ഒരു 90-150 ലാൻഡിങ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ സൈഡിലായിട്ട് ഒരു പർഗോള ഡിസൈൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ലൈറ്റിങ്ങുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഒരു ചെറിയ ഹാങ്ങിങ് ലൈറ്റ് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഭിത്തിയിലായിട്ട് ചെറിയൊരു ഫാൻസി ലൈറ്റുകൾ വരുന്നുണ്ട്. ഇനി നമ്മൾ നേരെ കയറി വരുന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഈ ഇവിടെയായിട്ട് ഒരു TV യൂണിറ്റിൻ്റെ ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴത്തെ അതേ സെയിം പാറ്റേണിൽ വരുന്ന ലോവർ പാനലിംഗ് എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് ഒരു 3 പാളി വിൻഡോ ഈ സൈഡിൽ വരുന്നുണ്ട്. ഒരു BLDC ഫാനും ജംഗ്ഷൻ ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് മുകളിലത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. താഴത്തെ നിലയിലെ സെയിം സ്ട്രക്ചറിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ സെയിം വലിപ്പത്തിലുള്ള ബെഡ്റൂം തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. BLDC ഫാനുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിലിണ്ടറിക്കൽ ലൈറ്റുകൾ, ജംഗ്ഷൻ ലൈറ്റുകൾ വരുന്നുണ്ട്. 3 പാളി വിൻഡോ വരുന്നുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുള്ള കബോർഡ് വർക്കും ഡ്രസ്സിങ് ഏരിയയും ഇവിടെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ്. നല്ലൊരു ഫൈബർ ഡോറാണ് വരുന്നത്. നല്ലൊരു കളർ പാറ്റേണുള്ള ടൈല് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സെറയുടെ തന്നെ വാൾ മൗണ്ട് ഫിറ്റിങ്സുകൾ വരുന്നുണ്ട്. സെറയുടെ തന്നെ ഡൈവേർട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. സെറയുടെ ഒരു വാഷ് കൗണ്ടറും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. മുകളിലത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഏകദേശം വടക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ടൊരു 3 പാളി വിൻഡോ, വൈഡ് വിൻഡോ ഇവിടെ വരുന്നുണ്ട്. ഈ സൈഡിലും ഒരു 3 പാളി വൈഡ് വിൻഡോ വരുന്നുണ്ട്. സീലിങ്ങിലായിട്ട് ജംഗ്ഷൻ ലൈറ്റുകളും BLDC ഫാനുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു കബോർഡ് സ്പേസും അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടൊരു ഡ്രസ്സിങ് ഷെൽഫും അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം സ്പേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. സെറയുടെ തന്നെ ഡൈവേർട്ടേഴ്സ് വരുന്നുണ്ട്. സെറയുടെ തന്നെ വാൾ മൗണ്ട് ഫിറ്റിങ്സുകൾ വരുന്നുണ്ട്. സെറയുടെ വാഷ് കൗണ്ടറും ലൈറ്റിങ്ങുകളെല്ലാം ഭംഗിയായിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് വരുന്നത്. നോർമലി ഷീറ്റൊക്കെ ഇട്ട് ബഡ്ജറ്റ് വീടുകളിലൊക്കെ വരുമ്പോൾ നോർമലി ഷീറ്റൊക്കെ ഇട്ട് ചെയ്യുന്ന ഒരു ഏരിയ ഒരു റൂഫ് ടോപ്പൊക്കെ ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് കവേർഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിലായിട്ട് കാറ്റും വെളിച്ചം കയറാനുള്ള ഒരു ഗ്രില്ലിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. സെയിം ടൈൽ പാറ്റേൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷനും ടാപ്പും മറ്റേ പ്ലഗ് പോയിൻറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡ്രൈനേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ ഒരു ഗ്രിൽ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ടെറസിലേക്കുള്ള സ്റ്റെയർ നമുക്ക് അവൈലബിൾ ആണ്. നല്ല കോൺക്രീറ്റിൻ്റെ തന്നെ സ്റ്റെയറും ഡൂം വർക്കെല്ലാം കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു ഏരിയ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസിലേക്കാണ്. നല്ലൊരു ലെങ്തി ബാൽക്കണി സ്പേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഹാൻഡ് റെയിലിനായിട്ട് GI ട്യൂബിൽ വരുന്ന ഫ്രെയിം വർക്കാണ് വരുന്നത്. നല്ല ഭംഗിയിൽ തന്നെ നമ്മളകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സെയിം ടൈൽ പാറ്റേൺ തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീലിങ്ങിലായിട്ട് ജംഗ്ഷൻ ലൈറ്റുകൾ വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന 3 പാളി വിൻഡോ നമുക്ക് ബാൽക്കണിയിൽ കാണാൻ പറ്റുന്നതാണ്. ചെറിയൊരു ഫാൻസി ലൈറ്റുകൾ വരുന്നുണ്ട്. നല്ലൊരു കാഴ്ച കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണി സ്പേസ് തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നിട്ടും എടപ്പള്ളി ലുലു മാളിൽ നിന്നിട്ടും എല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്ന ബഡ്ജറ്റ് വീടുകളുടെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് വീടിൻ്റെ ഡീറ്റെയിലേക്ക് വന്നു കഴിഞ്ഞാൽ 3.5 സെൻറ്റ് സ്ഥലത്തിൽ 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി നിർമ്മിച്ചിരിക്കുന്ന വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 69 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടുള്ള ലോൺ സൗകര്യവും ലഭ്യമാണ്. ഈ വീട് കാണുന്നതിനോ ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനോ
നിങ്ങൾക്ക് ഈ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പർ ബന്ധപ്പെടാവുന്നതാണ്.